തനുവിൻ്റെ ഒരു ഗ്രാജുവേഷൻ ഡേ ആയിട്ടാണ് ഗായ്സ്. തനു ഇനി 1ാം ക്ലാസ്സിലോട്ട് കയറുന്നതിൻ്റെ ഗ്രാജുവേഷനാണ്. അപ്പോൾ ഇതാണ് അവളുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. എന്നെ സ്കൂള് പറഞ്ഞായിരുന്നു എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സിൽ വരണമെന്ന്. അപ്പം ഞാൻ പട്ടുപാവാടയാണ്, അമ്മ സാരിയാണ്. സാരിയല്ല, നമ്മുടെ സെറ്റും മുണ്ടുമാണ്. തനൂസ് റെഡിയായി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ റോക്കിമോൻ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് നോക്കും, ഒരു മൂക്കും കണ്ണും എല്ലാം കാണാം, 2 ചെവിയും കുറിപ്പിച്ച് വെച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ വേണ്ട അഴുക്ക എങ്ങുവാ, അവിടെയൊക്കെ വെള്ളമാണ് ഗൈസ്. ഒന്നാമത് താഴെ കിടന്ന് പാവാട കിടന്ന് എഴയുവാണ്. അപ്പോൾ ഇത് അഴുക്കാവും പാവാട. പിന്നെ തനി തൊപ്പിയൊക്കെ വെച്ചോണ്ട് ഇന്ന് വരും ഗൈസ്. നല്ല രസമായിട്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് അമ്മയൊക്കെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോവാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. ധനു എൻ്റെ കൂടെ ഇന്ന് വോയിസ് ഓവർ ചെയ്യാനുണ്ട്. ധനു ഇവിടെ കിടക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഇങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു, അതിനെ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ ധനു? നമ്മുടെ ഫ്രണ്ടിലൊരു ബസ്സും ഉണ്ട്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് വന്ദേ മാതരം പാടാനുണ്ടായിരുന്നു ധനുവിന്. അപ്പം സ്റ്റുഡൻസിൻ്റെ കൂടെ നിന്ന് പാടുകയാണ്. പ്രഭാത് എന്ന് പറയുമ്പോൾ UKG ഫുൾ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? പ്രഭാത് H വരെ ഉണ്ട്. പ്രഭാത് മീൻസ് UKG എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം UKG H വരെ ഉണ്ട് ഇവർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തനു Fലാണ് കേട്ടോ ഗൈസ്, പ്രഭാത് Fലാണ്. അപ്പം അവരവിടെ നിന്ന് പാടുകയാണ്. ഞങ്ങളാണെങ്കിൽ സ്റ്റേജിൽ വന്നിരുന്നു. ടീച്ചർ പറഞ്ഞു സ്റ്റേജിൽ വന്നിരുന്നോളാൻ. അപ്പം ഇതാണ് ഗൈസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെയാണ് അവർ സ്റ്റേജ് ഇതാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. അവൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം വേണ്ട അവൾ വരുന്നുണ്ട്, തനൂസ് വരുന്നുണ്ട്. ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചെന്തോണ്ട് പോകുന്നത് കണ്ടോ. തനുവാണ് പോകുന്നത്. ഞങ്ങളെ കണ്ടില്ലായിരുന്നു, ഞങ്ങളെ നോക്കി പോവാണ്. ഞങ്ങളിങ്ങനെ ഇച്ചിരി ബാക്കിലായിരുന്നു, ഞങ്ങൾക്ക് ഫ്രണ്ടിൽ സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ ബാക്കിൽ വന്നിരുന്നു. അതൊന്നും എനിക്ക് കാണാൻ പോലും നോക്കിയില്ല, ഫ്രണ്ടിൽ വരാന്നുള്ളതിന്. അപ്പോൾ ഗൈസ് കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ കുറച്ച് പിള്ളേർ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, വെൽക്കം ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വെൽക്കം ഡാൻസൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. തനുവും കാണുന്നുണ്ട്. ഫ്രണ്ടിലായിരുന്നു അവളെ കൊണ്ടിരുത്തിയത് കേട്ടോ ഗൈസ്. ഫ്രണ്ടിൽ കൊണ്ട് അവളെ ഇരുത്തിയത്. അവരുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെയൊക്കെ ഫ്രണ്ടിലാണ് ഇരുത്തുന്നത് അല്ലേ അതിനു? അതുകൊണ്ട് തനുവിനും എല്ലാം നല്ല ശരിക്ക് കാണാനായിട്ട് ഒത്തു അല്ലേ? ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് തനുവിനൊന്നും കാണാൻ പറ്റില്ല, ഇവൾക്ക് ഒന്നാം നീളം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കുറേ ഡിവിഷൻ, ഇപ്പോൾ A ഡിവിഷനാണ്. A ഡിവിഷനിലെ സ്റ്റുഡൻസിനെല്ലാം കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങൾ ബാക്കിലായിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി ക്ലിയർ കുറവ്. ഞങ്ങൾ സൂം ചെയ്താണ് ഇത്ര ഇതിലെടുത്തത് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇച്ചിരി ഷേക്കിങ്ങിൻ്റെ ഇതൊക്കെ കാണും. അപ്പം ഇങ്ങനെ A ഡിവിഷനിൽ സ്റ്റുഡൻസിന് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡിവിഷൻ വൈസ് ആണ് കൊടുക്കുന്നത്, ABC എന്ന് അങ്ങനെയാണ് കൊടുക്കുന്നത്. തനുവിന് ഇച്ചിരി ലാസ്റ്റാണ്, അവളുടെ ഡിവിഷൻ F അല്ലായിരുന്നു. ഇത് തനുവിൻ്റെ ഇച്ചിരി ഇതായിരുന്നു ലേറ്റ്. ഇല്ല, എല്ലാവരും ലേറ്റ് ആയിരുന്നു, പിള്ളേരെയൊക്കെ ലേറ്റ് ആയിരുന്നു. നമ്മുടെ ഈ ഗ്രാജുവേഷൻ സെറമണി തുടങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയായിരുന്നു. 2 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 2:15 ആയപ്പോഴാണ് ഗൈസ് തുടങ്ങിയത്. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയായിരുന്നു.
ഞങ്ങളവിടെ ഇരുന്ന് എനിക്ക് അവിടെ നിന്ന് തനുവിൻ്റെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ പോവാന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷേ ലാസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഗൈസ്. ഫുള്ള് കഴിഞ്ഞിട്ടേ നമുക്ക് ഇറങ്ങാനൊക്കത്തുള്ളൂ. അതൊക്കെ പറയാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ തനു 1ാം ക്ലാസ്സിലാണ് ഗൈസ്. അപ്പോൾ തനുവിൻ്റെ ഡിവിഷൻ ആയിട്ടുണ്ട്. അതാണ് തനുവിൻ്റെ ടീച്ചർ കേട്ടോ. പ്രീതി ടീച്ചർ എന്നാണ് പേര്. അപ്പം വേണ്ട അവർ പോകുന്നുണ്ട്. തനുവിനെ ഞാൻ കാണിച്ചു. തനു ഭയങ്കര സ്റ്റൈലിലൊക്കെ പോവാ ഗൈസ്. കണ്ടാണേ. അതുകൊണ്ട് പോകുന്നു ഗൈസ്. അതുകൊണ്ട് പോകുന്നു. തനു നല്ല സ്റ്റൈലിലൊക്കെ പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അല്ലേ ചേച്ചി? എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. അവളുടെ കയ്യിലിരിക്കുന്ന ഇൻഹേലറാണ്. എന്നെ ഇൻഹേലർ എടുത്ത് കൈ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം തനുവിന് എങ്ങനെ പ്രൗഡായിരുന്നല്ലേ ആ സ്റ്റേജിൽ കയറി നിന്നപ്പോൾ. നല്ല രസമില്ലായിരുന്നു ആ സ്റ്റേജിൽ കയറി നിന്നപ്പോൾ. അപ്പോൾ തനുവിനെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിച്ച് വീഡിയോ എടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലിരുന്നാൽ തനുവിൻ്റെ ഇതൊന്നും ശരിയാവത്തില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഫ്രണ്ടിൽ പോയി നിന്ന് എടുക്കാൻ. ആ സൈഡിൽ പോയി നിന്ന് എല്ലാവരും അവിടെ പോയി നിന്ന് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി നിൽക്കാൻ അമ്മ പറഞ്ഞു. അപ്പം ഞാനിങ്ങ് വന്ന് വീഡിയോ എടുത്തതാണ്. കണ്ടോ തനുസ് ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് ആലൂഷി അശ്വിനി. അവളുടെ ഫ്രണ്ട്സിൻ്റെ പേരാണ് ഈ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നെ ആരെ നോക്കിയാന്ന് അറിയില്ല. എന്നെ നോക്കിയതാണ്, ബട്ട് കണ്ടില്ല. എന്നെ അമ്മയെ നോക്കിയതാണ് കേട്ടോ. അമ്മ ബാക്കിൽ തന്നെ, ഞാനാണ് ഫ്രണ്ടിൽ വന്നിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വേണ്ട എല്ലാ പ്രഭാത് എഫിൻ്റെ ഗ്രാജുവേഷൻ തുടങ്ങിയിരിക്കുകയാണ്. നക്ഷത്ര അല്ലേ നിൻ്റെ ഫ്രണ്ട് അല്ലേ? നക്ഷത്ര എന്നൊക്കെ ഫ്രണ്ടൊക്കെ ഉണ്ട്. ഇപ്പം ഗൈസ് തനു അവിടെ നിൽക്കുകയാണ്. തനു എന്തോ കൊടുക്കുക സ്റ്റേജിൽ കയറി നിന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ചെറിയ പേടി ഉണ്ടായിരുന്നു തനുവിന്. കണ്ട ഗൈസ് തനുസ് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ തനു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു. ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ആ ഗ്രൂപ്പ് ഫോട്ടോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ലാസ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടീച്ചർക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ലാസ്റ്റ് ആയതുകൊണ്ട്. തനുവിന് നല്ല വിഷമമുണ്ടായിരുന്നു. തനുവിന് ഈ 1ാം തീയതി മാർക്ക് അറിയുവാണ് ഗൈസ്. ഇതാണ് തനുവിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോഴത്തേനും ബൈ ബൈ.